മക്കളെ, ഒരുപാട് ദിവസമായി നമ്മൾ എല്ലാരും ഇങ്ങനെ കണക്കൂട്ടിയിരിക്കുകയാണ്. എന്നാണ് അഡ്മിറ്റ് കാർഡ് വരിക, എന്നാണ് അഡ്മിറ്റ് കാർഡ് വരിക. അവസാനം അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ആരും ഇനി അധികം ടെൻഷൻ ഒന്നും അടിക്കണ്ട. ചിലപ്പോൾ സൈറ്റ് ഒക്കെ ഭയങ്കര ഹാങ് ആയിരിക്കും അല്ലെ. ഓൾ ഇന്ത്യ എല്ലാ സ്റ്റുഡൻസും ആ സൈറ്റിലേക്ക് കയറുന്നുണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ആക്കാൻ വേണ്ടി. അപ്പൊ എങ്ങനെയാണോ ഹാങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം ട്രൈ ആക്കിയാൽ മതി. ഈ ഒരു വീഡിയോയിലൂടെ കൂടെ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ആക്കുക എന്നാണ് പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊണ്ടുപോകണം എന്നതുകൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് JNTA എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ വെബ്സൈറ്റ് തന്നെ വരും. ആ ഒരു വെബ്സൈറ്റിൽ കയറുക. എന്നിട്ട് ഇവിടെ അഡ്മിറ്റ് കാർഡ് വന്നതിന്റെ നോട്ടിഫിക്കേഷൻ കാണാം. അതായത് ജനുവരി 21 തൊട്ട് 24 വരെയുള്ള കുട്ടികളുടെ അഡ്മിറ്റ് കാർഡാണ് വന്നിട്ടുള്ളത്. 28-നും 29-നും എക്സാം ഉള്ള കുട്ടികളുടെ അഡ്മിറ്റ് കാർഡ് ഇതുവരെ റിലീസ് ആയിട്ടില്ല. അതിന്റെ ഡേറ്റ് അവർ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവിടെ അഡ്മിറ്റ് കാർഡ് ഫോർ JEE 2026 സെഷൻ 1. അപ്പോൾ 2 ലിങ്ക് തന്നിട്ടുണ്ട്. എങ്ങാനും സൈറ്റ് ഹാങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ലിങ്ക് കൂടി എടുക്കുക. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ജസ്റ്റ് ഒന്ന് അടിക്കുക. സെക്യൂരിറ്റി പിന്നും ലോഗിൻ ചെയ്യുക. നമ്മൾ പേപ്പർ 1 BB ഒന്ന് അഡ്മിറ്റ് കാർഡ് പരിശോധിച്ച് നോക്കാം. ഇതിന്റെ കളർ കോപ്പി എടുത്തു വെക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ റോൾ നമ്പർ, കാൻഡിഡേറ്റ് നെയിം, ജെൻഡർ, കാറ്റഗറി, ഇനി PWD ആണോ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ, ആപ്ലിക്കേഷൻ നമ്പർ, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ ഫോട്ടോ എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഷിഫ്റ്റ് 1 അറിയാലോ, 9 മണി തൊട്ട് 12 മണി വരെയാണ്. അടുത്ത ഷിഫ്റ്റ് 2 ഉണ്ട്, 3 to 6. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ടൈം 9 മണിക്ക് തുടങ്ങുന്ന എക്സാമിന്റെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 7 AM ആണ്. എൻട്രി ഗേറ്റ് ക്ലോസിംഗ് ടൈം അറ്റ് സെന്റർ 8:30 AM. അതായത് 8:30ക്ക് മുന്നെയെങ്കിലും നിങ്ങൾ ജസ്റ്റ് എക്സാം സെന്ററിലേക്ക് എത്തിയിരിക്കണം. അവിടെ ആ എൻട്രി ഗേറ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല. അതിപ്പോൾ എത്ര ഇമോഷണൽ ആയാലും അല്ലെങ്കിൽ ഇനി അവിടുന്ന് ചിലപ്പോൾ കരഞ്ഞു പറഞ്ഞാൽ കൂടി എക്സാം എഴുതാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ആ എക്സാം സെന്ററിൽ എത്താൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ടെസ്റ്റ് സെന്റർ കോഡ് ആൻഡ് നെയിം അഡ്രസ് ഒക്കെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് ഷിഫ്റ്റ് ആണ്, ഏത് ഡേറ്റ് ആണ്, സ്ഥലത്തിന്റെ ഫുൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ തന്നെ ഉണ്ട്. നമ്മളെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ ഉണ്ട്. ഇനി മസ്റ്റ് ആയിട്ട് വായിച്ചു നോക്കേണ്ട കാര്യങ്ങളാണ് കുറച്ച് സെൽഫ് ഡിക്ലറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇവിടെ കാൻഡിഡേറ്റ് ഫോട്ടോ ഞാൻ പറഞ്ഞു, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടത്. നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പോകുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് അഡ്മിറ്റ് കാർഡ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മൂന്നാമത്തത് ഒരു വാലിഡ് ID പ്രൂഫ്. അത് നിങ്ങൾ ഏത് ID പ്രൂഫ് ഉപയോഗിച്ചിട്ടാണോ എക്സാം അപ്ലൈ ചെയ്തത് ആ ഒരു ID പ്രൂഫ് തന്നെ വേണം. പിന്നെ കുറച്ച് ഡിക്ലറേഷൻ ഫോം, അതായത് ഓൺലി ഫോർ നോൺ അതർ സ്റ്റുഡൻസിന്. ഇപ്പോൾ ചില സ്റ്റുഡൻസ് പാസ്പോർട്ടൊക്കെ വെച്ചിട്ടായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർക്കൊരു ഡിക്ലറേഷൻ ഫോം ഉണ്ടായിരുന്നു മെയിലിൽ അപ്ലോഡ് ആക്കി കൊടുക്കാൻ. ആ ഒരു ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും പിന്നെ ഡിക്ലറേഷൻ ഫോം ഓൺലി ഫോർ സ്റ്റുഡൻസ് ഹു റിസീവ് ദ ലൈവ് ഫോട്ടോ മിസ്മാച്ച് വാർണിംഗ് മെസ്സേജ് ഇൻ ദി ഇമെയിൽ. ലൈവ് ഫോട്ടോ മിസ്മാച്ച് ആയ സ്റ്റുഡൻസിനും കുറച്ചൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ഡിക്ലറേഷൻ ഫോം വേണം. ഇവിടെ നിങ്ങളെ ഫോട്ടോ പേസ്റ്റ് ചെയ്യുക എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ. സെയിം ആസ് അപ്ലോഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ടു ബി അഫിക്സഡ് ബിഫോർ റീച്ചിങ് ദ സെൻറ്റർ. സെൻറ്ററിൽ എത്തുന്നതിന് മുന്നേ നിങ്ങളൊരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതേപോലെ കാൻഡിഡേറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഇടത് കൈയുടെ തമ്പ് ഇംപ്രഷനും കൂടി ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ ഒരു സെൻറ്ററിൽ ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് ദ ഇൻവിജിലേറ്റർ ഓൺലി. അതായത് ഇതന്ന് എക്സാമിൻ്റെ അന്ന് ഇൻവിജിലേറ്ററിൻ്റെ മുന്നിൽ പോയി നിങ്ങൾ സൈൻ ചെയ്യേണ്ടതാണ്. അതുപോലത്തെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇത് മൊത്തം നിങ്ങൾ സ്റ്റുഡൻസ് മസ്റ്റായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. കാരണം ഒരുപാട് അത്രയും ഹൈ ലെവൽ സെക്യൂരിറ്റിയിലാണ് NT എക്സാം ഒക്കെ നടത്തുന്നത്. എന്തെങ്കിലും തരത്തിൽ മാൽ പ്രാക്ടീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ DBAR കാരണമോ. അതുകൊണ്ട് ഒരു കുട്ടികൾ അതിനു വേണ്ടി ഒന്നും നിൽക്കരുത്. നിങ്ങൾക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വേറെ കാര്യങ്ങളാണ് ഒരു സിമ്പിൾ ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിന്റ് പെന്ന്, അതായത് റീഫിൽ കാണുന്ന പോലത്തെ ബോൾ പോയിന്റ് പെന്ന്, പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ. അതായത് വാട്ടർ ബോട്ടിൽ കവറും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൂടാ, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം.
അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ഫ്രം NTA വെബ്സൈറ്റ്. അഡീഷണൽ 1 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അവിടെ അറ്റൻഡൻസ് ഷീറ്റിന് വേണ്ടി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാനും പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അപ്പോൾ ടോട്ടൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഒറിജിനൽ ID വാലിഡ് പ്രൂഫ് ആസ് അപ്ലോഡഡ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. ഒറിജിനൽ ID പ്രൂഫും കൂടി വേണം. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബ്രിങ് PWD കാൻഡിഡേറ്റ് ആ ഒരു സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഡ്രോയിങ് ടെസ്റ്റിന് BARC സ്റ്റുഡൻസിന് ജോമെട്രി ബോക്സ്, പെൻസിൽ, ഇറേസേഴ്സ്, കളർ പെൻസിൽ, ക്രയോൺ ഒക്കെ ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ് വാച്ചും കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്ക്രീനിൽ തന്നെ ടൈമറൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. ഇത് ഡിക്ലറേഷൻ ഫോർ നോൺ അതർ കാൻഡിഡേറ്റ്സിനാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, അധികം ടെൻഷൻ അടിക്കാതെ നല്ല കൂളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. നിങ്ങൾക്കുള്ള ഒരു റാങ്ക് അവിടെ തന്നെ സെക്യൂർ ആണ്. ഓൾ ദി ബെസ്റ്റ്.